ഈ വീട്ടിൽ നമ്മൾ ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ പഠിക്കും, അതിന്റെ കൂടെ സെന്റർ ഓഫ് മാസും പഠിക്കും. അപ്പോൾ നിങ്ങൾ ആലോചിക്കും എന്തിനാണ് സർ സെന്റർ ഓഫ് മാസ് പഠിപ്പിക്കുന്നത്? സെന്റർ ഓഫ് മാസ് പഠിപ്പിക്കേണ്ടത് റൊട്ടേഷണൽ മോഷനല്ലേ, ഇവിടെ ലോസ് ഓഫ് മോഷനിൽ എന്തിനാണ് സെന്റർ ഓഫ് മാസ് പഠിപ്പിക്കുന്നത്? നിങ്ങൾ എൻസി ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ന്യൂട്ടൺ സെക്കൻഡ് ലോന്റെ ടോപ്പിക്കിന്റെ താഴെയായിട്ട് സെന്റർ ഓഫ് മാസ് എന്ന് നിങ്ങൾ അവിടെ എഴുതി കാണിച്ചത് കാണാം. അപ്പോൾ അതിന് കാരണമായിട്ടാണ് നമ്മൾ കറക്റ്റായിട്ട് കാര്യം മനസ്സിലാവണമെങ്കിൽ തേർഡ് ലോ കഴിഞ്ഞിട്ട് അതിന്റെ കൂടെ സെന്റർ ഓഫ് മാസ് കൂടി അറിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ സെന്റർ ഓഫ് മാസ് പഠിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ന്യൂട്ടൺസ് തേർഡ് ലോ ആണ് പഠിക്കുന്നത്. അപ്പോൾ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോയിൽ നമ്മൾ പഠിച്ചു ഇനേഷ്യൽ ഫ്രെയിമിലാണ് സെക്കൻഡ് ലോവും തേർഡ് ലോവും അപ്ലൈ ചെയ്യേണ്ടത്. സെക്കൻഡിൽ നമ്മൾ ലോയിൽ നമ്മൾ പഠിച്ചത് ഫോഴ്സ് എന്താണെന്നുള്ള കാര്യം ഡിഫൈൻ ചെയ്യാൻ ചെയ്തത്. തേർഡ് ലോയിൽ നമ്മൾ പഠിക്കുന്നത് ഈ ഫോഴ്സ് ആരാണ് കൊടുക്കുന്നത്. ഫോഴ്സ് ഒരു ബോഡിക്ക് കൊടുക്കുന്നുണ്ട്, അത് ആരാണ് കൊടുക്കുന്നത്, അതിനെ ബേസ് ചെയ്തുള്ള കാര്യമാണ് തേർഡ് ലോയിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ തേർഡ് ലോന്റെ ഫേമസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ടു എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പോൾ ആക്ഷൻ റിയാക്ഷൻ കാണിക്കുന്നത് എന്താണ്? അഭിനയമാണോ, നാടകമാണോ? അല്ല. അപ്പോൾ ഇവിടെ ആക്ഷനും റിയാക്ഷനും കൊണ്ട് ഉദ്ദേശിച്ചത് ഫോഴ്സസ് ആണ്. ഇപ്പോൾ ടു എവറി ഫോഴ്സ് ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് എന്നാണ് പറയുന്നത്. സോ ഇവിടെ ആക്ഷനും റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ആക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞ് റിയാക്ഷൻ അങ്ങനെയാണെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, ഈ ആക്ഷനും റിയാക്ഷനും ഒരുമിച്ചാണ് നടക്കുന്നത്. അതായത് ആക്ഷൻ നടക്കുന്ന അപ്പോൾ തന്നെ റിയാക്ഷൻ, ആക്ഷൻ റിയാക്ഷൻ ഒരുമിച്ചിട്ടും ആദ്യം വന്നത് ആക്ഷനാണ് വന്നതല്ല, റിയാക്ഷനാണ് ആദ്യം വന്നതല്ല, വന്നത് രണ്ടും ഒരുമിച്ച് വന്നത്. അപ്പോൾ നേരെ നോ ടൈം ലാഗ് എന്ന് പറഞ്ഞ കാര്യം ഇല്ല. അപ്പോൾ ഇങ്ങനെയാണ് ന്യൂട്ടൺ തേർഡ് ലോ നിങ്ങൾ എക്സാമിൽ ബോർഡ് എക്സാമിലൊക്കെ ചോദിച്ചാൽ ഇങ്ങനെ നേരോട് എഴുതിയാൽ മതി. പക്ഷേ ശരിക്കും കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു ന്യൂട്ടൺ തേർഡ് ലോ വേറെ രീതിയിൽ സ്റ്റേറ്റ് ചെയ്യാം. ആ കാര്യം നമ്മൾ ഇവിടെ ചെയ്യും. ഓക്കെ, NCERT പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഫോഴ്സസ് ഓൾവേസ് ഒക്കേഴ്സ് ഇൻ പെയർസ്. ഫോഴ്സസ് ഒറ്റക്ക് ഉണ്ടാവില്ല. പിന്നെ മേത്തൊരു ഫോഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ ഫോഴ്സ് കൊടുത്ത ആള് ഉണ്ടാവും. അപ്പൊ ആ ആളിന്റെ മേലെ എന്റെ ബോഡി ഫോഴ്സ് കൊടുക്കും. മനസ്സിലായില്ല. രണ്ട് പാർട്ടിക്കിൾ എന്റെ മേലെ പാർട്ടിക്കിൾ ബി ഫോഴ്സ് കൊടുക്കുന്നു, ഇങ്ങോട്ട് വലിക്കുന്നു. അപ്പോൾ നമ്മൾ പറയും ഇവിടെ ഈ പാർട്ടിക്കിൾ എക്ക് ബി ഫോഴ്സ് കൊടുക്കണം, പാർട്ടിക്കിൾ എക്ക് ബി ഫോഴ്സ് കൊടുക്കണം, ഇങ്ങോട്ട് വലിക്കണം. അതേപോലെ അതേ ഈക്വൽ ഓപ്പോസിറ്റ് ആയിട്ട് ഇയാൾ ഇങ്ങോട്ട് കൊടുക്കും. മനസ്സിലായോ? ഇയാൾ ഇങ്ങോട്ട് വലിക്കുന്ന അതേ ഫോഴ്സിൽ ഇയാൾ ഇങ്ങോട്ട് വലിക്കും. അപ്പൊ ഈക്വൽ ആയിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും. മനസ്സിലാവുണ്ടോ? ഫോഴ്സസ് ഓൾവേസ് ഒക്കേഴ്സ് ഇൻ പെയർസ്. ഫോഴ്സസ് പെയർ ആയിട്ടാണ് ഒക്കർ ചെയ്യുന്നത്. എന്താ സാർ ഞാൻ പറഞ്ഞു മനസ്സിലായി കേട്ടോ. ഇത് ബാക്കി വായിക്കാം. ഫോഴ്സ് ഓൺ ബോഡി എ ബൈ ബി ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു ദ ഫോഴ്സ് ഓൺ ദ ബോഡി ബി ബൈ എ. എന്തായാലും ഒന്നും മനസ്സിലായില്ല. ഇവിടെ ബോഡി എന്റെ മേലെ ബി ഫോഴ്സ് കൊടുക്കണം. ബോഡി എന്റെ മേലെ ബോഡി ബി ഫോഴ്സ് കൊടുക്കണം. 10 ന്യൂട്ടൺ ഫോഴ്സിലാണ് പിടിച്ചു വലിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുകയാണ് അങ്ങനെയാണെങ്കിൽ ബിന്റെ മേലെ എ അതേ 10 ന്യൂട്ടൺ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, ബിന്റെ മേലെ എ അതേ 10 ന്യൂട്ടണിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പിടിച്ചു വലിക്കുന്നുണ്ട്. അപ്പോൾ എനെ 15 ന്യൂട്ടണിലാണ് വലിച്ചെങ്കിൽ ബിനെ 15 ന്യൂട്ടണിൽ വലിക്കും. എനെ 30 ന്യൂട്ടണിലാണ് വലിച്ചെങ്കിൽ ബിനെ 30 ന്യൂട്ടണിൽ വലിക്കും. എനെ 1 ന്യൂട്ടണിലാണ് വലിച്ചെങ്കിൽ ബിനെ 1 ന്യൂട്ടണിൽ വലിക്കും. അതാണ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. നമുക്ക് ഡയറക്ഷൻ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടാണ് ഓപ്പോസിറ്റ് ആയിട്ട് കളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഉദ്ദേശിച്ചത്. എഫ് എ ബി എന്ന് ഉദ്ദേശിച്ചത് ഫോഴ്സ് ഓൺ എ ബൈ ബി ആണ്. ഈ എഫിന്റെ മേലെ ഒരു വെക്ടർ സിമ്പിൾ എഴുതാൻ മറന്നു. അപ്പൊ നമ്മൾ എന്താ ഒരു വെക്ടർ സിമ്പിൾ വെച്ച്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയി. ഫോഴ്സ് ഓൾവേസ് ഒക്കേഴ്സ് ഇൻ പെയർസ്. എന്തുകൊണ്ടാണെന്നുള്ള കാര്യം ഇപ്പൊ മനസ്സിലായോ? ഇപ്പം ഒരൊറ്റ ഫോഴ്സ് ആയിട്ട് ഉണ്ടാവില്ല. ബോഡി ബിന്റെ മേലെ എ ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ അതേ എമൗണ്ട് ഓഫ് ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ബിന്റെ മേലെ എ കൊടുക്കുന്നുണ്ടാവും. അപ്പൊ ഒറ്റ ഫോഴ്സ് ആയിട്ടല്ല, പെയർ ആയിട്ടാണ് ഉണ്ടാവുക. അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ആയിരിക്കും, വേറെ വേറെ ബോഡിന്റെ മേലും ആയിരിക്കും. ഇവിടെ വെക്ടർ എഫ് എ ബി ബോഡി എന്റെ മേലാണ് ആക്ട് ചെയ്യുന്നത്, വെക്ടർ എഫ് ബി എ ബോഡി ബിന്റെ മേലെയാണ് ആക്ട് ചെയ്യുന്നത്. ന്യൂട്ടൺസ് തേർഡ് ലോ പറയുന്നത് ഒരു ബോഡിന്റെ മേലെ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, അത് ആരാണ് കൊടുക്കുന്നത്, ആ കൊടുക്കുന്ന ആളെ മേലെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അതേ എമൗണ്ട് ഓഫ് ഫോഴ്സ് ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ന്യൂട്ടൺസ് തേർഡ് ലോ അപ്ലൈ ചെയ്യുന്നത് ന്യൂട്ടോണിയൻ മെക്കാനിക്സിലാണ് പ്രധാനമായിട്ടും. ഇലക്ട്രോ മാഗ്നറ്റിക്സിൽ കടന്നിട്ട് നിങ്ങൾ മാഗ്നറ്റിക് ഫോഴ്സിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ന്യൂട്ടൺസ് തേർഡ് ലോ എപ്പോഴും കറക്റ്റ് ആയിട്ട് വരണമെന്നില്ല. അപ്പൊ നിങ്ങളത് മാഗ്നറ്റിക് ഫോഴ്സിൽ പഠിക്കും. ചില ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും, സാർ എന്തിനാണ് വെക്ടർ എഫ് എ ബി ഈസ് ഈക്വൽ ടു നെഗറ്റീവ് വെക്ടർ എഫ് ബി എന്ന് പറഞ്ഞത്? വേണമെങ്കിൽ വെക്ടർ എഫ് എ ബി ഈക്വൽ ടു 2 വെക്ടർ എഫ് ബി എന്നോ അല്ലെങ്കിൽ ഈക്വൽ ടു നെഗറ്റീവ് 100 വെക്ടർ എഫ് ബി എന്നോ പറയാമായിരുന്നു. എന്തിനാണ് തേർഡ് ലോയിൽ ഇങ്ങനെ തന്നെ പറയുന്നത്? ഇങ്ങനെ തന്നെ പറയാൻ കാരണം, ഇങ്ങനെ പറഞ്ഞാൽ മാത്രമേ തേർഡ് ലോയും സെക്കൻഡ് ലോയും കൂടി മിക്സ് ചെയ്ത് മൊമെന്റം കൺസർവേഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു ന്യൂട്ടൺസ് ലോസ് പറയുന്നതിന് മുമ്പ് തന്നെ മൊമെന്റം കൺസർവേഷൻ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിരുന്നു. പക്ഷെ എസ്റ്റാബ്ലിഷ് ചെയ്തത് എക്സ്പെരിമെന്റ് വഴിയായിരുന്നു. അപ്പം തേർഡ് ലോ ഇങ്ങനെ പറഞ്ഞാൽ മാത്രമേ സെക്കൻഡ് ലോയും തേർഡ് ലോയും കൊണ്ട് മൊമെന്റം കൺസർവേഷനിൽ എത്താൻ പറ്റുള്ളൂ. എഴുതിയിട്ട് തിയോറിറ്റിക്കലി എഴുതിയിട്ട് ഇതിലേക്ക് എത്തണമെങ്കിൽ ഇങ്ങനെ തന്നെ പറയണം. ചില ആളുകൾ പഠിച്ചു വെക്കും, നമ്മൾ 2 കൈയുണ്ട്,
ഈ കൈ ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് കൊടുത്ത്, അപ്പം ഇവിടെ ഈ കൈക്ക് വേദനയായി, രണ്ട് കൈക്കും വേദനയായി, അപ്പോൾ അത് ഈക്വലൻ്റ് ഓപ്പോസിറ്റ് ഫോഴ്സ് എന്ന് പഠിക്കും. പക്ഷെ അത് തെറ്റാണ്. ഫോഴ്സ് എന്ന് പറയുന്നത് വേദന ആക്കുന്ന ആളല്ല. ഇപ്പോൾ നമ്മളൊരു ബോൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ബോളിൻ്റെ വെലോസിറ്റി കൂടുന്നുണ്ട്. ബോളിൻ്റെ വെലോസിറ്റി കൂടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അവിടെ ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സ് ആരാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അപ്പോൾ ഈ ഫോഴ്സ്, ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എർത്ത് ഈ ബോളിനെ വേദനിപ്പിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വേദനിപ്പിക്കുന്ന ആളുകളൊന്നുമല്ല. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്ത് dp/dt ആണ്. എവിടെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ടോ അവിടെ ഫോഴ്സ് ഉണ്ട്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ സ്പീഡ് പ്ലസ് ഡയറക്ഷനാണ്. അപ്പോൾ ഒബ്ജക്റ്റിന്റെ സ്പീഡ് കൂടുക അല്ലെങ്കിൽ കുറയുക, അല്ലെങ്കിൽ ഡയറക്ഷൻ മാറുക, അല്ലെങ്കിൽ മൂന്ന് ഒരുമിച്ച് സംഭവിക്കുക. അവിടെ ആരുണ്ട്? ഫോഴ്സ് ഉണ്ട്. ഫോഴ്സ് അങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്, അല്ലാതെ വേദനിപ്പിക്കുന്ന ആൾ എന്നല്ല പഠിക്കേണ്ടത്. ഈ ചാപ്റ്ററിൽ നിങ്ങൾ ഇടയ്ക്ക് കേൾക്കാൻ ചാൻസ് ഉള്ള ആളാണ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്നുള്ളത്. അതെന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കാം. അപ്പം നമ്മൾ സിസ്റ്റം എന്ന് പറയും. സിസ്റ്റം എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പാർട്ട് ഓഫ് യൂണിവേഴ്സ് വി ആർ ഇൻട്രസ്റ്റഡ് ഇൻ. പ്രപഞ്ചത്തിലെ ഏത് ഭാഗമാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അതാണ് നമ്മൾ സിസ്റ്റമായിട്ട് എടുക്കുന്നത്. സറൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റം അല്ലാത്ത എന്താണോ അതാണ് സറൗണ്ടിങ്. ഈ സിസ്റ്റത്തിനെയും സറൗണ്ടിങ്ങിനെയും വിഭജിക്കുന്ന ആളെയാണ് നമ്മൾ എന്ത് പറയാം? സിസ്റ്റം ബൗണ്ടറി. അതായത് ഇതിന്റെ സിസ്റ്റത്തിന്റെ ബൗണ്ടറി. സിസ്റ്റം ബൗണ്ടറി സെപ്പറേറ്റ്സ് ദ. എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് സോഴ്സ് ഓഫ് ഫോഴ്സ് ഈസ് ഔട്ട്സൈഡ് ബൗണ്ടറി. സിസ്റ്റത്തിൽ കൊടുക്കുന്ന ഫോഴ്സ് ആ സിസ്റ്റം ബൗണ്ടറിന്റെ പുറത്താണെങ്കിൽ അതിനെ നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഇന്റേണൽ ഫോഴ്സ് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ വെച്ചിട്ട് കാര്യം പറയാം. ഇവിടെ 3 പാർട്ടിക്കിളുണ്ട്, എ, ബി, സി. ഞാൻ തൽക്കാലം ഒരു ഡോട്ടഡ് ലൈൻസ് അതിന്റെ ഇടയിൽ വരച്ചിട്ടുണ്ട്. ഇതാണ് എ എന്ന് പറയുന്ന സിസ്റ്റത്തിന്റെ ബൗണ്ടറി. ഈ സിസ്റ്റം ബൗണ്ടറിന്റെ ഉള്ളിൽ എ എന്ന് പറയുന്ന സിസ്റ്റം മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ പറയാണ് ഇവിടെ എന്റെ മേലെ ബി ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. എന്റെ മേലെ ബി കൊടുക്കുന്ന ഫോഴ്സ് നമ്മൾ വെക്ടർ FAB. അപ്പോൾ ന്യൂട്ടന്റെ തേർഡ് ലോ പ്രകാരം എന്റെ മേലെ ബി ഫോഴ്സ് കൊടുത്താൽ ബിന്റെ മേലെ എയും ഫോഴ്സ് കൊടുക്കും, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട്. അപ്പൊ നമ്മളിവിടെ വെക്ടർ FBA ഉണ്ട്. അതേപോലെ എന്റെ മേലെ സി ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. അതാണ് നമ്മൾ പറയുന്നത് വെക്ടർ FAC. എന്റെ മേലെ സി കൊടുത്ത ഫോഴ്സ്. അതേ ഫോഴ്സ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് വെക്ടർ FCA ഉണ്ട്. അതായത് സിന്റെ മേലെ എ കൊടുക്കുന്ന ഫോഴ്സ്. ഇനി അതേപോലെ ബിന്റെ മേലുണ്ടാവും, സിന്റെ മേലുണ്ടാവും. ഇവിടെ നിന്നുണ്ടാവും വെക്ടർ FCB ഉണ്ടാവും. ഇവിടെ വെക്ടർ FBC ഉണ്ടാവും. അപ്പൊ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത് ഈ എ എന്ന് പറയുന്ന സിസ്റ്റത്തിന്റെ എക്സ്റ്റേണൽ ഫോഴ്സസ് ഏതൊക്കെയാണ്? അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ എയിൽ 2 ഫോഴ്സ് ഉള്ളത്, വെക്ടർ FAB, വെക്ടർ FAC. അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സിസ്റ്റത്തിൽ കൊടുക്കുന്ന ഫോഴ്സിന്റെ സോഴ്സ് എവിടെയാണുള്ളത്? എന്റെ മേലെ ബി ആണ് ഫോഴ്സ് കൊടുക്കുന്നത്, വെക്ടർ FAB. അത് എവിടെയാണുള്ളത്? പുറത്താണ്, ബി പുറത്താണ്. അതിന്റെ അർത്ഥം ഈ വെക്ടർ FAB എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. സോ എക്സ്റ്റേണൽ ഫോഴ്സ് ആയിട്ട് വരുന്നത് വെക്ടർ FAB ആണ്. ഇനി വെക്ടർ FAC എന്താ സംഭവിക്കുന്നത്? വെക്ടർ FAC എന്റെ മേലെ സി കൊടുക്കുന്ന ഫോഴ്സ്. സി എവിടെയുള്ളത്? സിസ്റ്റം ബൗണ്ടറിക്ക് പുറത്ത്. അതിന്റെ അർത്ഥം വെക്ടർ FACയും എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. ഇനി ഏതെങ്കിലും ഫോഴ്സ് എന്റെ മേലെ ആക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ എന്റെ മേലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എല്ലാം എന്താണ്? എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. ഓക്കെ. സോ നമുക്ക് വെക്ടർ F നെറ്റ് എക്സ്റ്റേണൽ എന്ന് പറയാം. വെക്ടർ FAB പ്ലസ് വെക്ടർ FAC. എന്താ നെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? 2 വെക്ടേഴ്സ് ആഡ് ചെയ്യുന്നതിനാണ് ഞാനിവിടെ നെറ്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. സോ വെക്ടർ F നെറ്റ് EXT ഉദ്ദേശിക്കുന്നത് എക്സ്റ്റേണൽ ഫോഴ്സ്. ഇതിന് മേലെ ആക്ട് ചെയ്യുന്ന നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് വെക്ടർ FAB പ്ലസ് വെക്ടർ FAC. ഇതിന് മേലെ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എടുത്തു കഴിഞ്ഞാലും ഇത് തന്നെ ഉള്ളത്. കാരണം ഇതിന്റെ ഉള്ളിൽ ആരുമില്ല, ഇന്റേണൽ ഫോഴ്സ് ഒന്നുമില്ല. ഇതിന്റെ മേലെ 2 ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ആ 2 ഫോഴ്സും എക്സ്റ്റേണൽ ആണ്. അപ്പൊ ഇവിടെ വെക്ടർ F നെറ്റ് എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ്, വെക്ടർ F നെറ്റ് എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ്. ഓക്കെയാണ്. ഇനി ഞാൻ ഇതിന്റെ മേലെ ന്യൂട്ടൺ സെക്കൻഡ് ലോ അപ്ലൈ ചെയ്യണം. അപ്പൊ സെക്കൻഡ് ലോ അപ്ലൈ ചെയ്താൽ എന്താ വരാം? സെക്കൻഡ് ലോ പറയുന്നത് വെക്ടർ F ഈക്വൽസ്
എം വെക്ടർ എ. ഈ ബോഡിന്റെ മേലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ. സോ ഈ ബോഡിന്റെ മേലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതൊക്കെയാണ്? വെക്ടർ എഫ് എ സി പ്ലസ് വെക്ടർ എഫ് എ ബി. സോ വെക്ടർ എഫ് എ സി പ്ലസ് വെക്ടർ എഫ് എ ബി, ഇതാണ് വെക്ടർ എഫ്. ഈക്വൽസ് മാസ്. മാസ് എന്ന് പറയുന്നത് മാസ് ഓഫ് എ. എന്റെ മേലാണ് ആക്ട് ചെയ്യുന്നത് മാസ് ഓഫ് എ ഇൻറ്റു ആക്സിലറേഷൻ എന്ന് പറയുന്നത് വെക്ടർ എന്റെ പാർട്ടിക്കിൾ എന്റെ ആക്സിലറേഷൻ. ഇങ്ങനെയാണ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസിന്റെ ആക്സിലറേഷൻ വന്നത്. നിങ്ങൾ നോട്ടീസ് ചെയ്യേണ്ട കാര്യം, ഇതെന്താണ് സത്യം പറഞ്ഞാൽ? ഇതെന്ന് പറഞ്ഞാൽ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. അത് നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ ബോർഡ് നല്ല ക്ലിയർ ആയിട്ട് കാണുന്നു വിചാരിക്കണം. ഇനി നമ്മൾ ബി എന്ന് പറയുന്ന സിസ്റ്റം കൺസിഡർ ചെയ്യാണ്. അപ്പൊ ബിയിലേക്ക് രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എഫ് ബി സി, എഫ് ബി എ. അപ്പം എഫ് ബി സി എന്ന് പറഞ്ഞാൽ ബിന്റെ മേലെ സി കൊടുക്കുന്ന ഫോഴ്സ്. സി ഈ സിസ്റ്റം ബൗണ്ടറിക്ക് പുറത്താണ്. അതുകൊണ്ട് വെക്ടർ എഫ് ബി സി എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫോഴ്സ് ആണ് ഈ സിസ്റ്റത്തിന്. അതേപോലെ വെക്ടർ എഫ് ബി എ, ബിന്റെ മേലെ എ കൊടുക്കുന്ന ഫോഴ്സ്, എ എന്ന് പറയുന്നത് സിസ്റ്റം ബൗണ്ടറിക്ക് പുറത്താണ്. അതുകൊണ്ട് വെക്ടർ എഫ് ബി എ എന്ന് പറയുന്നത് എന്താണ്? എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. സോ ഇവിടെ എക്സ്റ്റേണൽ ഫോഴ്സ് ആയിട്ടാണ് ആരാക്ട് ചെയ്യുന്നത്? വെക്ടർ എഫ് ബി സി ആൻഡ് വെക്ടർ എഫ് ബി എ, രണ്ട് ഫോഴ്സും എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. ഇവിടെ വെക്ടർ എഫ് നെറ്റ് എക്സ്റ്റേണൽ, വെക്ടർ എഫ് നെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? വെക്ടർ എഫ് ബി സി പ്ലസ് വെക്ടർ എഫ് ബി എ. ഈ ബിന്റെ മേലെ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് ഇത് രണ്ടുമാണ്. വെക്ടർ എഫ് നെറ്റ് എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാലും ഇത് രണ്ടുള്ളൂ. കാരണം ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എല്ലാം എക്സ്റ്റേണൽ ആണ്. ഇനി ഇവിടെ നമ്മൾ വെക്ടർ എഫ് ഈസ് ഈക്വൽ ടു എം വെക്ടർ എ അപ്ലൈ ചെയ്യാം. സോ ഇവിടെ വരുന്ന വെക്ടർ എഫ് എന്ന് പറയുന്നത് ഈ രണ്ട് ഫോഴ്സസ് ആണ്. സോ നമുക്ക് പറയാം വെക്ടർ എഫ് ബി എ പ്ലസ് വെക്ടർ എഫ് ബി സി ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ബി ഇൻറ്റു ആക്സലറേഷൻ ഓഫ് ബി. നിങ്ങൾ കാണുന്നുണ്ട് വിചാരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇത് എന്ന് പറയുന്നത് ആരാണ്? നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് തന്നെയാണ്. ഈ നെറ്റ് ഫോഴ്സും നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സും ഇവിടെ സെയിം ആണ്. അതും നിങ്ങൾ മനസ്സിലാക്കാം. മൂന്നാമതായിട്ട് നമ്മൾ സിസ്റ്റം ബൗണ്ടറിയിൽ എയും ബിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവരെ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ, ഇപ്പൊ രണ്ടുപേരുണ്ട്. അപ്പൊ ഈ സിസ്റ്റം ബൗണ്ടറിന്റെ ഉള്ളിലുള്ള ഫോഴ്സസ് എക്സ്റ്റേണൽ ആണോ ഇന്റേണൽ ആണോ എന്നുള്ള കാര്യം നോക്കാം. ആദ്യം നിങ്ങൾ എക്സ്റ്റേണൽ ഫോഴ്സസ് നോക്കുക. ആരൊക്കെയാണ് എക്സ്റ്റേണൽ ഫോഴ്സ്? എന്റെ മേലെ ആക്ട് ചെയ്യുന്ന വെക്ടർ എഫ് എ ബി. ഇവിടെ എന്റെ മേലെ കൊടുക്കുന്ന ഫോഴ്സ് ബി ആണ്. ബി സിസ്റ്റം ബൗണ്ടറിക്ക് ഉള്ളിലാണ്. അതുകൊണ്ട് ഈ വെക്ടർ എഫ് എ ബി എന്ന് പറയുന്നത് ഇന്റേണൽ ഫോഴ്സ് ആണ്. വെക്ടർ എഫ് എ സി, സി സിസ്റ്റം ബൗണ്ടറിന്റെ പുറത്താണ്. അതുകൊണ്ട് വെക്ടർ എഫ് എ സി എന്ന് പറയുന്നത് ഈ സിസ്റ്റത്തിന് എക്സ്റ്റേണൽ ആണ്. സോ വെക്ടർ എഫ് എ സി എക്സ്റ്റേണൽ ആണ്. ഓക്കെ, ഇനി ആരൊക്കെയാ ഈ ബി ഫോഴ്സ് നോക്കിയേ? വെക്ടർ എഫ് ബി സി, ബിന്റെ മേലെ സി കൊടുക്കുന്ന ഫോഴ്സ്, അത് സി സിസ്റ്റം ബൗണ്ടറിക്ക് പുറത്തായതുകൊണ്ട് വെക്ടർ എഫ് ബി സി എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ആണ്. ഇനി വെക്ടർ എഫ് ബി എ, ബിന്റെ മേലെ എ കൊടുക്കുന്ന ഫോഴ്സ്, എ സിസ്റ്റം ബൗണ്ടറിക്ക് ഉള്ളിലാണ്. സോ അതുകൊണ്ട് വെക്ടർ എഫ് ബി എ ഇന്റേണൽ ഫോഴ്സ് ആണ്. എക്സ്റ്റേണൽ ഫോഴ്സ് ആയി, ഇന്റേണൽ ഫോഴ്സ് ആയി. ഇനി നമുക്ക് ന്യൂട്ടൺ സെക്കൻഡ് ലോ അപ്ലൈ ചെയ്യാം. ന്യൂട്ടൺ സെക്കൻഡ് ലോ പറയുന്നത് വെക്ടർ എഫ് ഈക്വൽസ് എം വെക്ടർ എ. ഇപ്പൊ വെക്ടർ എഫ് സിസ്റ്റത്തിന്റെ ഉള്ളിലുള്ള എല്ലാ ഫോഴ്സും ആഡ് ചെയ്യാം. ഞാനിവിടെ എഴുതാണത്. അപ്പൊ ഇത് എന്റെ മേലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ഇത് ബിന്റെ മേലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ദാറ്റ് വിൽ ബി ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ. അപ്പൊ എന്റെ മേലെ ആക്ട് ചെയ്യുന്ന ആക്സലറേഷൻ എന്താണ്? മാസ് ഓഫ് എ ഇൻറ്റു, സോ ഈ ഫോഴ്സ് എന്ന് പറയുന്നതാണ് എം എ ഇൻറ്റു വെക്ടർ എ. ഈ ഫോഴ്സ് എന്ന് പറയുന്നത് എം ബി ഇൻറ്റു വെക്ടർ എ ബി എന്നായി. ഇനി തേർഡ് ലോ പ്രകാരം വെക്ടർ എഫ് എ ബി ഈക്വൽസ് നെഗറ്റീവ് വെക്ടർ എഫ് ബി എ. വെക്ടർ എഫ് എ ബി ഈക്വൽ നെഗറ്റീവ് വെക്ടർ എഫ് ബി എ. സോ ഇത് രണ്ടും ക്യാൻസൽ ഔട്ട് ആവും. ഈ വെക്ടർ എഫ് എ ബി വെക്ടർ എഫ് ബി എ ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോകും. ബാക്കി ഉണ്ടാവാം വെക്ടർ എഫ് എ സി പ്ലസ് വെക്ടർ എഫ് ബി സി ഈസ് ഈക്വൽ ടു ഇയാൾ. ഇനി എനിക്കൊന്നും ചെയ്യാനില്ലാതെ ആയതുകൊണ്ട് ഞാൻ വെറുതെ ഈ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ടോട്ടൽ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ഞാൻ ടോട്ടൽ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. ഇനി നിങ്ങളൊന്ന് ആലോചിക്കാം, ഈ ഫോഴ്സ് ഡിവൈഡഡ് ബൈ മാസ് അതാരാണ്? ആക്സലറേഷൻ ആണ്. വെക്ടർ എഫ് ഈക്വൽസ് എം വെക്ടർ എ. അങ്ങനെയാണെങ്കിൽ വെക്ടർ എ ഈസ് ഈക്വൽ ടു വെക്ടർ എഫ് ബൈ എം. ആ ഫോർമാറ്റിലാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ആക്സലറേഷൻ ആണുള്ളത്.
പക്ഷെ ഇത് എന്ത് ആക്സിലറേഷൻ ആണ്? ഇത് ആരുടെ ആക്സിലറേഷൻ ആണ്? പാർട്ടിക്കിൾ എന്റെ ആക്സിലറേഷൻ ആണോ പാർട്ടിക്കിൾ ബിന്റെ ആക്സിലറേഷൻ ആണോ? രണ്ടിന്റെയും ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പാർട്ടിക്കിൾ എന്റെ ആക്സിലറേഷൻ എ ആണ്, പാർട്ടിക്കിൾ ബിന്റെ ആക്സിലറേഷൻ എ ബി ആണ്. അപ്പോൾ നമ്മൾ ഈ ആക്സിലറേഷൻ നമ്മൾ വെക്ടർ എ സിസ്റ്റം എന്നാണ് പറയുന്നത്. സിസ്റ്റത്തിന്റെ ആക്സിലറേഷൻ. സോ സിസ്റ്റത്തിന്റെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾ എന്റെ അല്ല, പാർട്ടിക്കിൾ ബിന്റെ അല്ല, സിസ്റ്റത്തിന്റെ ആക്സിലറേഷൻ. ഇനി ഇത് മൊത്തം നിങ്ങളൊന്ന് എഴുതിയെടുക്കുക, എന്നിട്ട് ഞാൻ അടുത്ത കാര്യം പറയാം. നമുക്ക് വെക്ടർ എ സിസ്റ്റമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഈ വെക്ടർ എ സിസ്റ്റം എന്നതിന് പകരം ഞാൻ വെക്ടർ എ സെന്റർ ഓഫ് മാസ് എന്ന് ഉദ്ദേശിക്കുന്ന COM എന്ന ഇതാണ്. അത് നിങ്ങൾ ബേജാറാവണ്ട, സെയിം സംഭവം തന്നെയാണ്. അത് നമ്മൾ ഈ ഇക്വേഷൻ തന്നെയാണെന്ന് ഇതാണ്. എന്താണെന്നുള്ള കാര്യം കുറച്ച് കാര്യം മനസ്സിലാവും. ഈ വെക്ടർ എ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് d വെക്ടർ v സെന്റർ ഓഫ് മാസ് ഡിവൈഡ് ബൈ dt വെക്ടർ എ സെന്റർ ഓഫ് മാസ് എന്ന് പറയുമ്പോൾ d വെക്ടർ v സെന്റർ ഓഫ് മാസ് ഡിവൈഡ് ബൈ dt. അത് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇവിടെ വെക്ടർ എക്ക് പകരം d വെക്ടർ v a ബൈ dt, അതേപോലെ ഇവിടെ എഴുതി. ഇനി ആ d ബൈ dt പുറത്തേക്ക് എടുത്തു. ഇനി ഈ d ബൈ dt യും ഈ d ബൈ dt യും ക്യാൻസൽ ഔട്ട് ആയി. ബാക്കിയുള്ള എന്താണ്? വെക്ടർ v സെന്റർ ഓഫ് മാസ്. അപ്പോൾ ഈ ഇക്വേഷൻ എന്തായി? വെക്ടർ v സെന്റർ ഓഫ് മാസ്. അപ്പോൾ ഇവിടെയുള്ള ഈ വെക്ടർ വികൾക്ക് പകരം നിങ്ങൾക്ക് d വെക്ടർ r ബൈ dt എന്ന് എഴുതാം. എന്നിട്ട് നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ കിട്ടും. മനസ്സിലായില്ലേ അല്ലേ? ഞാൻ എഴുതി കാണിച്ചു. ഇപ്പൊ നിങ്ങൾ കണ്ടോ, ഞാനിവിടെ d ബൈ dt പുറത്തേക്ക് എടുത്തിട്ടാണ് ഇത് എഴുതിയത്, d വെക്ടർ ആറിന്റെ ഇതിൽ. അപ്പോൾ ഈ d ബൈ dt കട്ട് ചെയ്ത് പോയി. ഇനി വെക്ടർ r സെന്റർ ഓഫ് മാസ് എന്ന് കിട്ടും. അതായത് സെന്റർ ഓഫ് മാസിന് കറക്റ്റ് ഒരു ലൊക്കേഷൻ പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ എന്തുകൊണ്ടാണ് ഈ സിസ്റ്റത്തിന്റെ ആക്സിലറേഷൻ സെന്റർ ഓഫ് മാസ് എന്ന് വിളിക്കാൻ കാരണം? ആക്സിലറേഷൻ സെന്റർ ഓഫ് മാസ് എന്ന് വിളിക്കാൻ കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് വെക്ടർ എഫ് ഈസിക്കൽ എം വെക്ടർ എ എന്ന് പറയുന്ന സെക്കൻഡ് ലോ അപ്ലൈ ചെയ്യുന്നത് ഒരു സിംഗിൾ പോയിന്റ് പാർട്ടിക്കിളിനാണ്. നിങ്ങളൊരു സിംഗിൾ പോയിന്റ് പാർട്ടിക്കിളിനാണ് നമ്മൾ വെക്ടർ എഫ് ഈക്വൽസ് എം വെക്ടർ എ എന്ന് അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ മാസ്, ഇതിന്റെ ആക്സിലറേഷൻ വെക്ടർ എ എന്നാണെങ്കിൽ നമ്മൾ വെക്ടർ എഫ് ഈസ് ഈക്വൽ ടു എം വെക്ടർ എ എന്ന് പറയും. ഇതാണ് ന്യൂട്ടൺ സെക്കൻഡ് ലോ. ഇനി നമ്മളിപ്പോൾ രണ്ട് പാർട്ടിക്കിൾ വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ അതിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പുതിയ ടെക്നിക്ക് കണ്ടെത്തിയിരിക്കുകയാണ്. ഈ രണ്ട് പാർട്ടിക്കിളിന് പകരം ഒരു ഒറ്റ പാർട്ടിക്കിളാണെന്ന് വിചാരിക്കാം. ആ ഒറ്റ പാർട്ടിക്കിളിൻ്റെ മാസ് എന്ന് പറയുന്നത് ആ രണ്ട് പാർട്ടിക്കിളിൻ്റെ ടോട്ടൽ മാസ്സാണ്. അതായത് എന്താണ്? മാസ് ഓഫ് സിസ്റ്റമാണ്. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. അങ്ങനെ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഇന്റേണൽ ഫോഴ്സ് എല്ലാം ക്യാൻസൽ ഔട്ട് ചെയ്യും. ഞാൻ നേരത്തെ കാണിച്ച എക്സാമ്പിൾ കണ്ടില്ലേ? ഇന്റേണൽ ഫോഴ്സ് എല്ലാം ക്യാൻസൽ ഔട്ട് ചെയ്യും. ബാക്കി ഫോഴ്സ് എന്താ വരുന്നത്? വെക്ടർ എഫ് നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ആണ് ബാക്കി വരുന്നത്. എന്നിട്ട് അത് ആക്സിലറേറ്റ് ചെയ്യാണ്. ആ ആക്സിലറേഷൻ എന്താണ്? വെക്ടർ എ സിസ്റ്റം. അത് പാർട്ടിക്കിൾ എന്റെ ആക്സിലറേഷൻ അല്ല, പാർട്ടിക്കിൾ ബിന്റെ ആക്സിലറേഷൻ അല്ല, സിസ്റ്റത്തിന്റെ ആക്സിലറേഷൻ ആണ്. ആ സിസ്റ്റത്തിന്റെ ആക്സിലറേഷൻ ആയിട്ട് നമ്മൾ പറയാൻ ഒരു ഇല്ലാത്തൊരു പോയിന്റ്, ആ പോയിന്റിന്റെ ആക്സിലറേഷൻ ആണ്. ഇതാണ് വെക്ടർ എ സിസ്റ്റം എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ഈ പോയിന്റിന് നമ്മൾ എന്താ പറയുന്നത്? സെന്റർ ഓഫ് മാസ്. അതിനാ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ഈ ടോട്ടൽ മാസ് എവിടെയാണോ നമ്മൾ ഉണ്ടെന്ന് വിചാരിക്കുന്നത്. എന്തിനാ വിചാരിക്കുന്നത്? ന്യൂട്ടൺ സെക്കൻഡ് ലോ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഉണ്ടെന്ന് വിചാരിക്കുന്ന പോയിന്റിനെയാണ് നമ്മൾ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. അപ്പോൾ എയും ബിയും വെച്ച് കഴിഞ്ഞാൽ എൻ്റും ബിനും ഇടയിൽ ഒരു പോയിന്റായിട്ട് നമ്മൾ അസ്യൂം ചെയ്യാണ് സെന്റർ ഓഫ് മാസ്. കറക്റ്റ് നടുവിലാവണമെന്നില്ല, എവിടെയോ ആയിട്ട് രണ്ട് എൻ്റും ബിൻ്റെ ഇടയിൽ എവിടെയോ ആയിട്ട് സെന്റർ ഓഫ് മാസ് ഉണ്ട് ഇത് നമ്മൾ അസ്യൂം ചെയ്യും. എന്നിട്ട് ഈ സെന്റർ ഓഫ് മാസിന് മേലെയാണ് ടോട്ടൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഈ രണ്ട് എൻ്റും ബിനും മാസ് ഇവിടെയാണുള്ളത് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുക. ഇങ്ങനെ പ്രോബ്ലംസ് എന്തിനാണ് സോൾവ് ചെയ്യണത്? എന്നാലേ ന്യൂട്ടൺ സെക്കൻഡ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ന്യൂട്ടൺ സെക്കൻഡ് ലോ അപ്ലൈ ചെയ്താലേ മോഷൻ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആണോ? അപ്പം നമ്മൾ ഒരു സാധാരണ ഒരു ബോഡി എടുത്തു കഴിഞ്ഞാൽ
ആ ബോഡിയിനുള്ളിലുള്ള ഇന്റർമോളിക്കുലാർ ഫോഴ്സൊക്കെ ഇന്റേണൽ ഫോഴ്സായി ക്യാൻസൽ ഔട്ട് ചെയ്യും. പിന്നെ പുറത്ത് കൊടുക്കുന്ന ഫോഴ്സ്, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അങ്ങനെയുള്ള ഫോഴ്സുകളാണ്. അതിന് ഇന്റേണൽ ഫോഴ്സ് അല്ല ക്യാൻസൽ ഔട്ട് ചെയ്യും. ബാക്കി ഉണ്ടാവുക ഇതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ വെക്ടർ എഫ് ഈസിക്കൽ എം വെക്ടർ എന്നുള്ളത് ചുരുക്കി എന്ത് പറയാൻ പറ്റും? വെക്ടർ എഫ് നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് എ സിസ്റ്റം ഇൻടു വെക്ടർ എ സെന്റർ ഓഫ് മാസ്. ഇതാണ് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമായിട്ട് വരുന്നത്. ഒറ്റ പാർട്ടിക്കിൾ ആണെങ്കിൽ ആ പാർട്ടിക്കിളിന്റെ മേലെ തന്നെയാണ് സെന്റർ ഓഫ് മാസ്. 2 പാർട്ടിക്കിൾ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഇക്വേഷൻസ് ഉപയോഗിക്കേണ്ടി വരും. 3 പാർട്ടിക്കിൾ ആകുമ്പോൾ ഇതേപോലെ ഇവിടെ പ്ലസ് എം സി ആർ സി ഡിവൈഡ് ബൈ എം എ പ്ലസ് എം ബി പ്ലസ് എം സി എന്ന് വരും. അങ്ങനെ വരും. അപ്പോൾ നമുക്ക് ഈ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് റൊട്ടേഷൻ ഭാഗത്ത് പഠിക്കാനുള്ളതാണ്. ഇത് നമ്മൾ ഇവിടെ പറയാൻ കാരണം ന്യൂട്ടൺ സെക്കൻഡിലോ നമ്മൾ ഇതാണെങ്കിലും നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഇക്വേഷൻ ഇതാണ്. അപ്പോൾ ഇതെല്ലാവരും എഴുതിയെടുക്കാം കേട്ടോ. സെന്റർ ഓഫ് മാസിന്റെ ഡെഫിനേഷൻ നിങ്ങളൊന്ന് എഴുതിയെടുക്കാം. സെന്റർ ഓഫ് മാസ് ഈസ് ദ ഹൈപ്പോത്തറ്റിക്കൽ പോയിന്റ്. നമ്മളത് ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, ശരിക്കുള്ള പോയിന്റ് അല്ല. ന്യൂട്ടൺ സെക്കൻഡിലോ അപ്ലൈ ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് ആണ്. ഹൂസ് മോഷൻ സാറ്റിസ്ഫൈസ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഫോർ ദ മോഷൻ ഓഫ് ദ സിസ്റ്റം. സിസ്റ്റത്തിന്റെ മോഷന് ആസ് ഇഫ് ദ എൻറ്റയർ മാസ് വെർ കോൺസെൻട്രേറ്റഡ് അറ്റ് ദാറ്റ് പോയിന്റ്. സിസ്റ്റത്തിന്റെ ടോട്ടൽ മാസ് ആ സെന്റർ ഓഫ് മാസിൽ കോൺസെൻട്രേറ്റ് ചെയ്ത പോലെ നമ്മൾ അസ്യൂം ചെയ്തിട്ട് ന്യൂട്ടൺ സെക്കൻഡ് ലോ അപ്ലൈ ചെയ്യണം. സോ അത് നമ്മൾ ഇങ്ങനെ എഴുതാൻ പറ്റും. വെക്ടർ എഫ് നെറ്റ് എക്സ്റ്റേണൽ ഈസ് ഈക്വൽ ടു ഡി വെക്ടർ പി ബൈ ഡി ടി സെന്റർ ഓഫ് മാസ് എം സി ഒ എം വെക്ടർ എ സി ഒ എം. ഇവിടെ സെന്റർ ഓഫ് മാസിന്റെ ചേഞ്ച് ഇൻ മൊമെന്റം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റത്തിന് പകരം നമുക്ക് എന്തെന്ന് പറയാം? സിസ്റ്റത്തിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. ഇതുവരെ ഡെറിവേഷൻ പഠിച്ച ആളുകൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. മാസ് ഓഫ് സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് മാസ് ഓഫ് സിസ്റ്റം ആണ്. ഇവിടെ വെക്ടർ എ സി ഒ എന്ന് പറയണം. നമുക്ക് എന്ത് പറയാൻ വേണമെങ്കിൽ വെക്ടർ എ സിസ്റ്റം എന്നും പറയാം, കുഴപ്പമില്ല. Under net external force, entire system behaves like a single particle located at the center of mass. അതാണ് നമുക്ക് വേണ്ടത്. കാരണം സിംഗിൾ പാർട്ടിക്കിളിലാണ് വെക്ടർ എഫ് ഫിസിക്കൽ എം വെക്ടറെ അപ്ലൈ ചെയ്യുന്നത്. സോ നമ്മൾ ന്യൂട്ടൺ സെക്കൻഡ് ലോന്റെ ഈ മോഡിഫൈഡ് ഫോർമാറ്റ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ചില ആൾക്കാർക്ക് സംശയം ഉണ്ടാവും, സാർ ഓവറായിട്ട് പഠിപ്പിക്കുകയാണ്, ഇതൊക്കെ സെന്റർ ഓഫ് മാസ് ഒക്കെ റൊട്ടേഷനിൽ പഠിക്കുന്നതാണ്. ശരിയാണ്. പക്ഷെ നിങ്ങൾ ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്ന് പറഞ്ഞ NCERT ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ അതിൽ പറയുന്നുണ്ട് സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞ ഭാഗം പറയുന്നുണ്ട്. അതായത് പോയിന്റ് പാർട്ടിക്കിളാണ് വെക്ടർ എഫ് ഫിസിക്കൽ എം വെക്ടർ എന്ന് പറയുന്നത്. ബാക്കിയുള്ള ബോഡീസിനെല്ലാം എടുക്കുന്ന സമയത്ത് നമ്മൾ സെന്റർ ഓഫ് മാസിലാണ് അപ്ലൈ ചെയ്യുന്നത്. അവർ ജസ്റ്റ് പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ ഞാനത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ കാരണം നിങ്ങൾ വലിയ ഡോക്ടർമാരാവാൻ പോകുന്ന ആളുകളാണ്, ചില ആളുകൾ കീറി മുറിക്കാൻ പോകുന്ന ആളുകളാണ്. സോ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ലോജിക്കിൽ കാര്യം പറയണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിനുള്ള സമയം നിങ്ങൾക്ക് ഉണ്ട് സത്യം പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഇങ്ങനെ പഠിപ്പിക്കുന്നത്. സോ ഇത് നിങ്ങൾ എഴുതിയെടുക്കുക. അടുത്ത വീഡിയോയിൽ നമ്മൾ സെക്കൻഡ് ലോയും തേർഡ് ലോയും എല്ലാം ബേസ് ചെയ്തിട്ടുള്ള പല പ്രോബ്ലംസ്, കുറേ പ്രോബ്ലംസ് ഉണ്ട്, അതെല്ലാം ചെയ്യും. അതേപോലെ ഇമ്പൾസ് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കും. ആ പ്രോബ്ലംസിന് കാത്തിക്കുന്നവർ കുറച്ച് നേരം കൂടി ഒന്ന് കാത്തിക്കുക.